ഹായ് ഓൾ. ക്ലാസ് 8-ൻ്റെ പാർട്ട് 1-ൻ്റെ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പാർട്ട് 1 ഫുള്ള് കാണുക. പാർട്ട് 2-ൻ്റെയും ചാപ്റ്റർ 3 വരെയുള്ള പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചാപ്റ്റർ 4 എക്സ്പ്ലോറിംഗ് സം ജോമെട്രിക് തീംസ്. അതിനെപ്പറ്റിയാണ്. അതിൽ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ സെൻറ്റൻസ് വൈസ് മീനിങ് പറയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ജോമെട്രിക് തീംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. പ്രകൃതിയിൽ കാണുന്ന ഏറ്റവും മനോഹരമായ ഫ്രാക്ടൽ ഉദാഹരണങ്ങളിൽ ഒന്നാണ് നമുക്കിടെ ഫേൺ അല്ലെങ്കിൽ ചെപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ പന്നയുടെ ഇല എന്നൊക്കെ പറയും. ഇതിൻ്റെ പുറത്ത് ഒരു വൈറ്റ് കളറ് ഉണ്ടല്ലോ. ആ പൊടി നമുക്കിടെ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട്, ആ പൊടിയല്ല, ആ ഇല കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരടി അടിച്ചിട്ട് നമ്മൾ പൊക്കി നോക്കുമ്പോൾ നമുക്കിടെ കയ്യിൽ ആ വെള്ള ഇത് വന്നിട്ടുണ്ടായിരിക്കും. അതും ലീഫിൻ്റെ ഷേപ്പിൽ തന്നെയായിരിക്കും അത് വന്നിരിക്കുന്നത്. ഈ ഫ്രാക്ടൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിസൈൻ ആവർത്തിച്ച് വരുന്ന ഒരു റിപ്പീറ്റ് ചെയ്ത് ആ ഡിസൈൻ വരും. ഇപ്പം ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ പോയി ഏറ്റവും അവസാനം കുഞ്ഞ് പാറ്റേൺ വരെ, ലാസ്റ്റത്തെ ആ അറ്റം വരെ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴേന്ന് തുടങ്ങിയാലും വലിയ ഇല മുതൽ ഏറ്റവും ചെറിയ ഇല വരെ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അപ്പം അതിനെയാണ് ഫ്രാക്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇതിലേറ്റവും നമുക്ക് പല എക്സാമ്പിൾസ് പറയാം. അതിൽ ഒരു എക്സാമ്പിളാണ് ഫേൺ എന്ന് പറയുന്നത്. ഫേണിൻ്റെ ഇല നോക്കിയാൽ അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വീണ്ടും ആ ഇലയുടെ അതേ ഷേപ്പിൽ തന്നെ വീണ്ടും ആവർത്തിച്ച് വരുന്നത് കാണാൻ പറ്റും. ആ ചെറിയ കഷ്ണങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഈ ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ലീഫിൻ്റെ അകത്തുള്ള ആ പോർഷനും അതേ ഷേപ്പ് തന്നെയാണ് വരുന്നത്. ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു പോവുകയാണ്. വലുതായാലും ചെറുതായാലും ഒരേ പാറ്റേൺ ആണ് ഇവിടെ ആവർത്തിച്ച് വരുന്നത്. ഈ സെൽഫ് സിമിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ തന്നെ, വലിയ ഇലയായാലും ചെറിയ ഇലയായാലും സെയിം പാറ്റേൺ തന്നെ ആവർത്തിച്ച് വരുന്നതിനെയാണ് സെൽഫ് സിമിലർ എന്ന് പറയുന്നത്. ഈ പ്രകൃതിയുടെ വേറെ കുറെ സെൽഫ് സിമിലർ ആയിട്ട് വരുന്നതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ട്രീസ്, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിക്ക് കൊമ്പുകൾ ഉണ്ടാവും, പിന്നെ കൊമ്പുകൾക്ക് ചെറിയ കൊമ്പുകൾ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് വീണ്ടും ചെറിയ കൊമ്പുകൾ ഉണ്ടായിരിക്കും, പിന്നെ അങ്ങനെ ചെറിയ കൊമ്പുകളായിട്ട് അങ്ങനെ അത് ബ്രാഞ്ചസ്, വീണ്ടും അത് ബ്രാഞ്ച്ലെറ്റ് ആയിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ക്ലൗഡ്സിന്റെ മേഘങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ, പിന്നെ അതിൽ നിന്ന് കുഞ്ഞത് അങ്ങനെ പോകുമല്ലേ. കടൽ തീരങ്ങൾ, മൗണ്ടെയിൻസ്, ലൈറ്റ്നിങ്, ഇതിനെല്ലാം ഒരു സിമിലാരിറ്റി, സെൽഫ് സിമിലാരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിടെ മാത്സിലും വളരെ മനോഹരമായ ഫ്രാക്ടൽസ് ഉണ്ട്. അവയിൽ ചിലതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു പാറ്റേൺ ആണ് സിയർപിൻസ്കി കാർപ്പറ്റ് എന്ന് പറയുന്നത്. പോളണ്ടിലെ ശാസ്ത്രജ്ഞനായ സിയർപിൻസ്കി കണ്ടുപിടിച്ച ഒരു ഫ്രാക്ടലാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പിൽ ഫുൾ ഒരു സ്ക്വയർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സ്ക്വയറിനെ 9 സ്ക്വയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത്, 9th 9 സ്ക്വയേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ നടുവിലത്തെ സ്ക്വയർ അങ്ങ് നീക്കി അവർ മാറ്റും. അപ്പോൾ ഒരു പാറ്റേൺ ആയി. ബാക്കിയുള്ള 8 സ്ക്വയേഴ്സിലും ഇനി എന്ത് ചെയ്യും? വീണ്ടും ഈ പാറ്റേൺ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ നടുക്കത്തെ സ്ക്വയർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിടയിൽ വരുന്നത് 2, 3, 4, 5, 6, 7, 8 സ്ക്വയേഴ്സേ ഉള്ളൂ. ഈ 8 സ്ക്വയേഴ്സിലും ഈ സെയിം മെത്തേഡ് തന്നെ വരും. ഇപ്പം ഈ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെയും 9 ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നടുക്കത്തെ സ്ക്വയറിന് റിമൂവ് ചെയ്യും. ഇനി ഈ ഒരു ചെറിയൊരു സ്ക്വയർ കൺസിഡർ ചെയ്യും. ഇതിനെ ഇതുപോലെ തന്നെ 9 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റും. എന്നിട്ട് നടുക്കത്തെ സ്ക്വയർ റിമൂവ് ചെയ്യും. ഇങ്ങനെ ചെറുതായി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇത് നോക്കുമ്പോൾ വലിയ സ്കെയിലും ചെറിയ സ്കെയിലും ഒരേ പാറ്റേൺ തന്നെ നമുക്ക് കാണാൻ പറ്റും.
അതാണ് സെൽഫ് സിമിലർ എന്ന് പറയുന്നത്. കണ്ടോ, ആദ്യം ഫുൾ സ്ക്വയർ വന്നു, പിന്നെ നടുവിലത്തെ സ്ക്വയർ എടുത്തു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ക്വയറിനെ 8 ഈക്വൽ പാർട്സ് ആയിട്ട് 9 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തു. അതിൽ നിന്നും വീണ്ടും ഒരു സ്ക്വയറിനെ എടുത്തു മാറ്റി. ഈ മെത്തേഡിനെയാണ് മാത്സിലെ ഒരു ഫ്രാക്ടൽ ബേസിസ് ആയിട്ട് പറയുന്നത്. ഇനി ഒരു സെന്റൻസ് വൈസ് മീനിങ് ഞാൻ പറഞ്ഞുതരാം. In this chapter, we will explore 2 geometric themes. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 geometric themes ആണ് പഠിക്കുന്നത്. We will study fractal which are self-similar shape. കണ്ടോ, self-similar shapes. Self-similar shapes എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. വലുതായാലും ചെറുതായാലും ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് സെൽഫ് സിമിലർ ഷേപ്സ് എന്ന് പറയുന്നത്. They exhibit the same or similar pattern over and over again. അവരെന്ത് ചെയ്യും, ഈ പാറ്റേൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അറ്റ് സ്മോളർ ആൻഡ് സ്മോളർ സ്കെയിൽ. ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. We will then look at different ways of visualizing solid. അത് കഴിഞ്ഞിട്ട് സോളിഡിനെ പറ്റിയാണ്, പല സോളിഡ്സിന്റെയും വിഷ്വലൈസേഷൻ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തതാണ് ഫ്രാക്ടൽസ്. ഫ്രാക്ടൽസ് ഞാൻ പറഞ്ഞല്ലോ മീനിങ് എന്നാ. ഫ്രാക്ടൽസിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരേ ഡിസൈൻ ആവർത്തിച്ചു വരുന്ന രീതിയാണ് ഫ്രാക്ടൽസ് എന്ന് പറയുന്നത്. One of the most beautiful example of a fractal that also occur in nature is fern. ഈ സംഭവം, ഈ ഇലയാണ് നേച്ചറിലെ ഏറ്റവും നല്ല മനോഹരമായ ഒരു ഫ്രാക്ടലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. The fern is seen to have smaller copies of itself as its leaves, and then in turn have even smaller copies of themselves in their sub-leaves and so on. ഫേണിന് അതിന്റെ ഇലകളായി അതിന്റെ തന്നെ ചെറിയ പകർപ്പുകൾ ഉണ്ടെന്ന് കാണാം. ഈ ഇലകൾക്ക് അതിന്റെ ഉപ ഇലകളിൽ കൂടുതൽ ചെറിയ പകർപ്പുകളും ഉണ്ട്. അതിങ്ങനെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സ്മോളർ കോപ്പീസ് ഓഫ് ഇറ്റ്സെൽഫ് ആസ് ഇറ്റ്സ് ലീവ്സ്. ഇലകൾ നോക്കുമ്പോൾ തന്നെ അതിൽ കോപ്പീസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞും സബ് ലീവ്സിൽ എന്ത് തന്നെയാണ് അതിന്റെ പകർപ്പുകൾ അല്ലെങ്കിൽ കോപ്പീസ് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. സിമിലർ ഫിനോമിന ഓഫ് സെൽഫ് സിമിലാരിറ്റി ഒക്കേഴ്സ് ഇൻ ട്രീസ്. ഇതേ സമാനതകൾ അല്ലെങ്കിൽ ഈ സെയിം ഫിനോമിനെ നമുക്ക് മരങ്ങളിലും കാണാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു തടിക്ക് കൊമ്പുകളുണ്ട്, ഒരു കൊമ്പിന് ശാഖകളുണ്ട്, ശാഖകൾക്ക് ചെറിയ ശാഖകളുണ്ട്, പിന്നെ ആ ശാഖകളിൽ നിന്ന് വീണ്ടും ശാഖകൾ പോകുന്നു, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ തന്നെ മേഘങ്ങൾ, കടൽ തീരങ്ങൾ, പർവ്വതങ്ങൾ, മിന്നലുകൾ, നേച്ചറിലെ പല വസ്തുക്കൾക്കും ഈ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതർ മാത്തമാറ്റിക്കൽ ഫ്രാക്ടൽസ് ക്യാൻ ഓൾസോ ബി വെരി ബ്യൂട്ടിഫുൾ. അവയിൽ മറ്റ് മാത്തമാറ്റിക്കൽ ഫ്രാക്ടൽസും വളരെ മനോഹരമായിരിക്കും. അതിനെപ്പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഓർണാണ് സിയർപിൻസ്കി കാർപ്പറ്റ് എന്ന് പറയുന്നത്. പോളണ്ടിലെ ഗണിതശാസ്ത്രജ്ഞനായ സിയർപിൻസ്കി ആണ് സിയർപിൻസ്കി കാർപ്പറ്റ് എന്നറിയപ്പെടുന്ന ഒരു തരം ഫ്രാക്ടൽ കണ്ടുപിടിച്ചത്. പോളിഷ് മാത്തമാറ്റീഷ്യൻ, പോളണ്ടിലെ ഗണിതശാസ്ത്രജ്ഞൻ മാത്തമാറ്റീഷ്യനായ സിയർപിൻസ്കി ആണ് സ്പിയർപിൻസ്കി കാർപ്പറ്റ് കണ്ടുപിടിച്ചത്. It is made by taking a square, breaking it into 9 smaller squares and then removing the central square. നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഒരു സ്ക്വയറിനെ എടുത്ത് അതിനെ 9 ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നടുവിലത്തെ സ്ക്വയർ മാറ്റും. അതേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ സെയിം പ്രൊസീജിയർ ഈസ് ദെൻ റിപ്പീറ്റഡ് ഓൺ ദ റിമൈനിങ് 8 സ്ക്വയേഴ്സ്. ബാക്കി വരുന്ന 8 സ്ക്വയേഴ്സിലും ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ കൂടുതൽ ചെറിയ സ്കെയിലുകൾ ഒരേ പാറ്റേണിൽ തന്നെ വരുന്നത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആദ്യം വലിയ ഒരു സ്ക്വയർ ആണ് എടുത്ത് മാറ്റിയത്, അത് കഴിഞ്ഞിട്ട് ചെറിയ സ്ക്വയർ എടുത്ത് മാറ്റി, അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറിയ സ്ക്വയർ എടുത്ത് മാറ്റി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ചെറിയ ഒരു ഡോട്ട് പോലെ തന്നെയാണ് കേട്ടോ, അതും എന്താണ് ഒരു ചെറിയ സ്ക്വയർ തന്നെയാണ് വന്നത്.
Draw the initial few steps at least till step 2 of the shape sequence that lead to the Sierpinski's carpet. By its construction, each step in sequence has square of same signs that remain in the figure. The size of these squares becomes smaller and smaller as the step number increases. ഈ സിയർപിൻസ്കി കാർപ്പറ്റിലേക്ക് വരുന്ന ആകൃതിയിലുള്ള ഈ പാറ്റേൺ, ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഫസ്റ്റ് 2 സ്റ്റെപ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ മുകളിലത്തെ ഇതിൽ വരച്ചിട്ടുണ്ട്. ടിൽ സ്റ്റെപ്പ് 2 വരെ, സ്റ്റെപ്പ് 0, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 വരെയുള്ളത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ബൈ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഈച്ച് സ്റ്റെപ്പ് ഇൻ ദ സീക്വൻസ് ഹാസ്, അപ്പോൾ ഓരോ ഇതിൻ്റെ അകത്തും ഈ സ്റ്റെപ്പിൽ വരുന്ന പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്ക്വയർ ഓഫ് ദ സെയിം സൈസ് ദാറ്റ് റിമെയിൻ ഇൻ ദ ഫിഗർ, ഈ ഫിഗറിൽ ആ സ്ക്വയറിന്റെ വലിപ്പത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ആ സ്ക്വയർ എല്ലായിടത്തും ഇപ്പോൾ 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ആണെങ്കിൽ എല്ലാം 4 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ തന്നെയാണ് വരുന്നത്. സ്റ്റെപ്പ് 1 എടുത്താലും സ്റ്റെപ്പ് 0 എടുത്താലും സ്റ്റെപ്പ് 2 എടുത്താലും എല്ലാത്തിലും ഒരേ സെയിം സൈസ് തന്നെയാണ് വരുന്നത്. ആൻഡ് ദ സൈസ് ഓഫ് ദി സ്ക്വയേഴ്സ് ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ ആസ് ദ സ്റ്റെപ്പ് നമ്പർ ഇൻക്രീസസ്. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്റ്റെപ്പ് 1നേക്കാളും ചെറുതാണ് സ്റ്റെപ്പ് 2ലെ സ്ക്വയേഴ്സിന്റെ അളവ്. അതുപോലെ തന്നെ സ്റ്റെപ്പ് 3 ആയത്തേനും വീണ്ടും ആ സ്ക്വയേഴ്സിന്റെ സൈസ് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്വയേഴ്സിന്റെ സൈസ് ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ദ സ്ക്വയർ ഹോൾസ് ദാറ്റ് ആർ ഫോംഡ് ബൈ റിമൂവിങ് സ്ക്വയർ പീസസ്, അതുപോലെ തന്നെ ഓരോ ഫിഗറിലും സ്ക്വയർ പീസസ് നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡു യു സീ എനി പാറ്റേൺ ഇൻ ദ നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് സ്ക്വയേഴ്സ് ദാറ്റ് റിമെയിൻ അറ്റ് ഈച്ച് സ്റ്റെപ്പ്? നിങ്ങൾക്ക് എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ഹോളിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഓരോ സ്ക്വയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിമെയിൻ ചെയ്യുന്ന സ്ക്വയേഴ്സിൻ്റെ അകത്തോ എന്തെങ്കിലും പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ലെറ്റ് Rn റെപ്രസെന്റ് ദ നമ്പർ ഓഫ് റിമൈനിങ് സ്ക്വയേഴ്സ് അറ്റ് ദ nth സ്റ്റെപ്പ്. ഈ ഇതിൻ്റെ അകത്ത് ബാക്കി വരുന്ന സ്ക്വയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് Rn. nth സ്റ്റെപ്പിൽ എന്തോരം സ്ക്വയേഴ്സ് ഉണ്ടോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് Rn. ആൻഡ് Hn റെപ്രസെന്റ് ദ നമ്പർ ഓഫ് ഹോൾസ് അറ്റ് ദ nth സ്റ്റെപ്പ്. Hn എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഹോൾസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. nth സ്റ്റെപ്പിൽ എത്ര ഹോൾസ് ഉണ്ടോ അതിനെയാണ് Hn റെപ്രസെന്റ് ചെയ്യുന്നത്. Let us understand how these numbers grow by analyzing how the holes and squares that remain are generated from previous step. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ നിന്നും എങ്ങനെയാണ് ഇത് പുതിയൊരു സ്റ്റെപ്പിലേക്ക് വരുന്നതെന്ന് നോക്കാം. Every squares that remain at a given step, say step n, gives rise to 8 squares that remain at the n plus 1th step. Thus we have Rn plus 1 is equal to 8Rn. ഇതിൽ ഓരോ സ്ക്വയേഴ്സിൻ്റെ കേസിലും ഈ സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ ഒരു സ്റ്റെപ്പിൽ ഇപ്പോൾ സ്റ്റെപ്പ് n എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ സ്ക്വയേഴ്സും അടുത്ത സ്റ്റെപ്പ് n+1ൽ 8 സ്ക്വയേഴ്സ് ആയിട്ട് മാറും. റിമെയിൻ ചെയ്യുന്ന സ്ക്വയേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ ഇതിൽ എത്ര ഉണ്ടായിരിക്കും? 8 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? വീണ്ടും 8 സ്ക്വയേഴ്സ് വരും. ഈ 8 സ്ക്വയേഴ്സ് എപ്പോൾ വന്നാലും ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അതിൻ്റെ അകത്ത് 8 സ്ക്വയേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിലും 8 സ്ക്വയേഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം n+1 സ്റ്റെപ്പിലും 8 സ്ക്വയേഴ്സ് തന്നെയായിരിക്കും വരുന്നത്. എവറി സ്ക്വയർ ദാറ്റ് റിമെയിൻ അറ്റ് എ ഗിവൺ സ്റ്റെപ്പ്, say step n, give rise to 8 squares that remain at the n+1 step. n+1 സ്റ്റെപ്പിൽ എന്തായിരിക്കും വരുന്നത്? അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന സ്ക്വയറിലെ 8 നമ്പേഴ്സ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. 8 × Rn ആയിരിക്കും വരുന്നത്. Can it be used to get a formula for Rn? അങ്ങനെയാണെങ്കിൽ Rn ഒരു ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ കേസിൽ ഒറ്റ സ്ക്വയർ മാത്രമേ ഉള്ളൂ.
അപ്പം R0 എന്ന് പറയണ 1 ആയിട്ട് എഴുതാം. പിന്നത്തെ കേസിൽ ഇതിൽ എത്ര സ്ക്വയേഴ്സ് ആയിട്ട് മാറും? 8 സ്ക്വയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ R1 എന്ന് പറയുമ്പോൾ ഒരു ഫോർമുല ആയിട്ട് എഴുതിയ 8 × 1 8. സെക്കൻഡ് സ്റ്റെപ്പ് ആവുമ്പത്തേന് എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും 8, ഓൾറെഡി 8 ഉണ്ട്, വീണ്ടും അതിനെ 8 ആയിട്ട് മാറും. നെക്സ്റ്റ് സ്റ്റെപ്പിലും 8 സ്ക്വയേഴ്സ് തന്നെയാണ്. അപ്പൊ 8 × 8 എന്ന് പറയുമ്പോൾ 8 സ്ക്വയർ ആയിട്ട് മാറും. ഇനി Rn, nth സ്റ്റെപ്പിലും എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8n ആയിരിക്കും വന്നത്. അല്ലെങ്കിൽ R3, മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 × 8 × 8 ആയിരിക്കും വരുന്നത്. ഇതില് 64 സ്ക്വയേഴ്സ് ആയിരിക്കും വരുന്നത്. കൗണ്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് വരുവാണെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കുക. എപ്പോഴും കൗണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇതിൽ കൗണ്ട് ചെയ്യാം. കാരണം ആദ്യത്തേൽ 8, പിന്നത്തേൽ 8, പിന്നത്തേൽ 8, ഈ എല്ലാ 8കളും കൂടി ആഡ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. 8 × 8 ആണ് വരുന്നത്. 8 × 8 64. അപ്പൊ ആദ്യത്തെ കേസിൽ ഒറ്റ സ്ക്വയർ, പിന്നെ അത് 8 സ്ക്വയേഴ്സ് ആയിട്ട് മാറി, പിന്നെ 64 സ്ക്വയേഴ്സ് ആയിട്ട് മാറി. 64 എന്ന് പറയുന്നത് 8 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ nth സ്റ്റെപ്പിൽ 8n സ്ക്വയേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളവർ വീണ്ടും വീഡിയോ കാണുക കേട്ടോ. അല്ലാതെ ഇതൊന്നും ഒറ്റയടിക്ക് ഒരു വായനയ്ക്ക് നമുക്ക് ഇതൊന്നും മനസ്സിൽ കയറൂല, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. സിമിലർലി, ഹൗ ഡു വി ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹോൾസ് അറ്റ് ഗിവൺ സ്റ്റെപ്പ്? ഇത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചേക്കണത് റിമെയിൻ ചെയ്തിരിക്കുന്ന സ്ക്വയേഴ്സ് ആണ്, മാറ്റിയ സ്ക്വയേഴ്സ് അല്ല. ഓൾറെഡി അതിൻ്റെ അകത്ത് ഉള്ള സ്ക്വയേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മാറ്റിയ സ്ക്വയേഴ്സ് എത്രണ്ണം വരും? എത്ര ഹോൾസുകൾ ഉണ്ടാവും? Every square that remain at the nth step give rise to a hole in the n+1th step. അപ്പോൾ അവിടെ ബാക്കി വരുന്ന സ്ക്വയേഴ്സിൽ നിന്ന് ഉറപ്പായിട്ടും അത് കഴിഞ്ഞുള്ള സ്ക്വയറിൽ, ആ ചെറിയ സ്ക്വയറിൽ നിന്ന് വീണ്ടും ഒരു ഹോള് പുതുതായിട്ട് വരിക ചെയ്യണത്. ഓൾറെഡി അവിടെ സ്ക്വയേഴ്സ് റിമെയിൻ ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയറിൽ നിന്നാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്? ഹോൾ ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ HN എന്ന് പറയണതാണ് ഹോൾ ഉള്ളത്. ആ ഹോൾ ഉള്ളതിൽ വരണമെങ്കിൽ ഓൾറെഡി റിമെയിൻ ചെയ്ത സ്ക്വയർ അതിൻ്റെ അകത്ത് തന്നെ വേണം. അപ്പൊ Rn ആണ് ഓൾറെഡി റിമെയിൻ ചെയ്ത സ്ക്വയർ. അപ്പൊ Rn അവിടെ ഉണ്ടായിരിക്കും. Rനും HNും കൂടി ചേർന്നാലാണ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ സ്റ്റെപ്പ് 3 ആണെങ്കിൽ സ്റ്റെപ്പ് 4 കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടാവണം? Rn ഉണ്ടാവണം. റിമെയിൻ ചെയ്തിട്ടുള്ള സ്ക്വയേഴ്സും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഹോൾസും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ കേസിൽ അറിയാം R0 1, R1 8, R2 8 സ്ക്വയർ, R3 8 ക്യൂബ്. ഇനി ഇതില് ഫസ്റ്റ് ഫിഗർ നോക്കാൻ നേരത്തെ ആദ്യത്തേൽ ഒറ്റ ഹോളും ഇല്ല, അപ്പൊ 0 എന്ന് കൊടുക്കാം. രണ്ടാമത്തേൽ ഒരു ഹോളും വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ 0 സ്റ്റെപ്പ്, ഇത് സ്റ്റെപ്പ് 1ലാണ്. സ്റ്റെപ്പ് 1ൽ ഒരു ഹോള് വന്നു. സ്റ്റെപ്പ് 2ൽ എന്താ സംഭവിച്ചേ? ഒരു വലിയ ഹോളും പിന്നെ 8 ഹോൾസും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ആദ്യം ഒറ്റ ഹോൾ ഉണ്ടായിരുന്നില്ല, അപ്പൊ 0 ഹോളാണ് തന്നെ. പിന്നെ ഒരു ഹോള് വന്നു, പിന്നെ ഈ ഒരു ഹോളും വരുന്നുണ്ട്. ബാക്കിത്തെ ഹോൾസ് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 8 ഹോൾസ് പിന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പ് നോക്കാൻ നേരത്ത് ഈ 8 ഹോൾസ് കൂടാതെ വീണ്ടും 64 ഹോൾസ് ആണ് വരുന്നത്. ആ ഓർമ്മത്തിൽ നിന്ന് വീണ്ടും ഒരു ഹോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. 1 + 8 പിന്നെ വരുമ്പോൾ 1 + 8 + 8 സ്ക്വയർ ആണ് വരുന്നത്. HN+1 കണ്ടുപിടിക്കണമെങ്കിൽ HNന്റെ കൂടെ Rn ആഡ് ചെയ്യണം. ഇപ്പൊ H4 കണ്ടുപിടിക്കണമെങ്കിൽ തൊട്ട് മുന്നേ എത്രണ്ണ വന്നേ നോക്കുക. 1 + 8 + 8 സ്ക്വയർ, അത്രയായിരിക്കും H3യുടെ വാല്യൂ വന്നേക്കണത്. Rn എന്ന് പറയണത് അവിടെ 8 ക്യൂബ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ R3 എന്ന് പറയണത് 8 ക്യൂബ് ആയിരിക്കും വരുന്നത്. അത്രയും ഹോൾസ് അവിടെ ഉണ്ടായിരിക്കും. ഇതിപ്പോ H4 കണ്ടുപിടിക്കണമെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. N3 ആവുമ്പോൾ H3യിൽ എത്ര ഹോൾസ് ഉണ്ടായിരുന്നോ അതിൻ്റെ കൂടെ
ബാക്കി എത്ര സ്ക്വയേഴ്സും കൂടി ഉണ്ടായിരുന്നോ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ 1 + 8 + 8² + 8³ ആയിരിക്കും തന്നെ. ഇനി H5 കണ്ടുപിടിക്കണമെങ്കിൽ അതെന്ന് പറയണത് എത്ര ഹോൾസ് ഉണ്ടായിരുന്നോ അതിൻ്റെ കൂടെ റിമൈനിങ് ആയിട്ടുള്ള സ്ക്വയേഴ്സും കൗണ്ട് ചെയ്യണം. H4ൻ്റെ അകത്ത് ഇത്രയും ഹോൾസ് ആണുള്ളത്. 1 + 8 + 8² + 8³ R4 എന്ന് പറയുമ്പോൾ 8⁴ സ്ക്വയേഴ്സ് അതിൻ്റെ അകത്ത് റിമൈനിങ് ആയിട്ടുണ്ടായിരിക്കും. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ nth സ്റ്റെപ്പിൽ അവശേഷിക്കുന്ന ഓരോ സ്ക്വയറും n+1th സ്റ്റെപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കും. അതുപോലെ nth സ്റ്റെപ്പിലെ എല്ലാ ഹോൾസും n+1th സ്റ്റെപ്പിലും ഉണ്ടാകും. ഇതിൽ സ്ക്വയേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ക്വയർ, പിന്നെ 8 സ്ക്വയർ, പിന്നെ 64 സ്ക്വയർ, നെക്സ്റ്റ് ഫിഗറിൽ 512 സ്ക്വയേഴ്സ് ആയിരിക്കും വരുന്നത്. പാറ്റേൺ വരുന്നത് 8⁻n. അടുത്തതിൽ ഹോൾസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഹോൾസ് എടുക്കുമ്പോൾ ആദ്യം ഒറ്റ ഹോളും ഇല്ല, പിന്നത്തേൽ വരുമ്പോൾ ഒരു ഹോൾ ഉണ്ടാവും, പിന്നത്തേൽ വരുമ്പോൾ 9 ഹോൾസ് ഉണ്ടായിരിക്കും. കൗണ്ട് ചെയ്ത് നോക്കിക്കോ, ഇത് മൊത്തം 8 ഹോൾസ് ഉണ്ട്, പിന്നത്തെ ഒരെണ്ണം കൂടി വരുമ്പോൾ 9, അടുത്തതിൽ വരുമ്പോൾ 73 ഹോൾസ് ആയിരിക്കും വരുന്നത്. ഇവിടെ വരുന്ന പാറ്റേൺ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + 8 + 8² + 8³ അങ്ങനെ പോയി ലാസ്റ്റ് വരുമ്പോൾ 8⁻n−1 ആയിരിക്കും വരുന്നത്. ഒരെണ്ണം കുറവായിട്ടായിരിക്കും വരുന്നത്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് പോണത്. അടുത്തതിൽ സിയർപിൻസ്കി ഗാസ്കറ്റ് അല്ലെങ്കിൽ സിയർപിൻസ്കി ട്രയാങ്കിൾ. ആദ്യം സ്ക്വയറിലാണ് ചെയ്തത്, ഇനി ഇതിൻ്റെ അകത്ത് ട്രയാങ്കിളിൻ്റെ അകത്താണ് ചെയ്യുന്നത്. സിയർപിൻസ്കി came up with another fractal made in a similar way. ഇതുപോലെ തന്നെ വേറൊരു ഫിഗറിൻ്റെ അകത്ത് സിമിലർ വേയിൽ തന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. An equilateral triangle is broken up into 4 identical equilateral triangles by joining the midpoints of the bigger triangle and then the central triangle is removed. എന്താ അദ്ദേഹം ചെയ്തത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇതിപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സൈഡ് എങ്കിൽ ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. എൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു, ഇതിൻ്റെയും മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ഈ മിഡ് പോയിന്റുകളിലൂടെ ബ്രോക്ക് ചെയ്ത് ഒരു 4 ഐഡന്റിക്കൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഫോം ചെയ്തു. ഇത് ഫസ്റ്റ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇത് സെക്കൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇത് തേർഡ് വൺ, ഇത് ഫോർത്ത് വൺ. ഇനി എന്നാ ചെയ്തത്? ഈ സെൻട്രൽ ട്രയാങ്കിൾ അങ്ങ് റിമൂവ് ചെയ്തു. ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇതിപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വെച്ച് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് മുകളിൽ 4 ട്രയാങ്കിൾ ടോട്ടൽ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 4ാമത്തെ ട്രയാങ്കിൾ റിമൂവ് ചെയ്തു. ഈ ട്രയാങ്കിൾ റിമൂവ് ചെയ്തു. അതുപോലെ തന്നെ താഴത്തെ ഈ പോർഷനിൽ ഈ സെയിം മെത്തേഡ് തന്നെ കാണിച്ചു. 4 ട്രയാങ്കിൾ കിട്ടി, അതിൽ നിന്ന് ഒരു ട്രയാങ്കിൾ റിമൂവ് ചെയ്തു. ഇപ്പുറത്തെ പോർഷനിൽ അതുപോലെ തന്നെ ചെയ്തു. 4 ട്രയാങ്കിൾ കിട്ടി, അതിൽ നിന്ന് മിഡിൽ ട്രയാങ്കിൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ 1 സെൻറ്റിമീറ്റർ വന്നതിൽ നിന്ന് അതിനെ വീണ്ടും 0.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് വെച്ച് ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇതിങ്ങനെ ചെറുതായി പോയിക്കൊണ്ടിരിക്കും. ഇതുണ്ട്.